ഭൗതിക തലത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു തത്വമാണ് സമന്വയം അഥവാ സംയോജനം. ഇതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് സിനർജി എന്നാണ്. ബിസിനസ്, ജീവശാസ്ത്രം, വൈദ്യശാസ്ത്രം, സംഗീതം, കായികരംഗം എന്നിവിടങ്ങളിലെല്ലാം ഈ തത്വം ഉപയോഗിക്കുന്നു. ഈ തത്വത്തെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം: ഓരോ ഭാഗങ്ങളുടെ ആകത്തുകയേക്കാൾ വലുതാണ് മൊത്തം. അതായത് രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികളോ വസ്തുക്കളോ പ്രത്യേകം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലത്തിൻ്റെ ആകത്തുകയേക്കാൾ അധികമായിരിക്കും അവർ സമന്വയപ്പെട്ട് അല്ലെങ്കിൽ സംയോജിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം. ഇതിനെ ഗണിതശാസ്ത്രപരമായി ഇങ്ങനെ അവതരിപ്പിക്കാം: 1 + 1 = 3. ഈ തത്വം വേദപുസ്തകത്തിൽ പഴയ നിയമഭാഗത്തെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ദൈവത്തോട് യോജിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സമന്വയത്തിലും സംയോജനത്തിലുമായി പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കാം എന്ന് ആവർത്തനം 32:30, ലേവ്യ പുസ്തകം 26:8 എന്നീ വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ആവർത്തനം 32:30: ഒരുവൻ 1000 പേരെ പിന്തുടരുന്നതും ഇരുവർ 10,000 പേരെ ഓടിക്കുന്നതും എങ്ങനെ? ലേവ്യ പുസ്തകം 26:8: നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും, നിങ്ങളിൽ 100 പേർ 10,000 പേരെ ഓടിക്കും. ഈ വാക്യങ്ങളുടെ സാഹചര്യത്തെയോ ആശയത്തെയോ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ ദൈവം പ്രസ്താവിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ഒരുവന് 1000 പേരെയും ഇരുവർക്ക് 10,000 പേരെയും ഓടിക്കുവാൻ കഴിയും. 5 പേർക്ക് 100 പേരെയും 100 പേർക്ക് 10,000 പേരെയും ഓടിക്കുവാൻ കഴിയും. ഇത് യുദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇതാണ് സമന്വയം അല്ലെങ്കിൽ സംയോജനം എന്ന തത്വം. ഒരുവന് 1000 എന്നതിൻ്റെ ആനുപാതികമല്ല ഇരുവർക്ക് 10,000 എന്നത്. ഒരുവന് 1000 എന്നതിൻ്റെ ആനുപാതികമായി വരേണ്ടത് ഇരുവർക്ക് 2000 എന്നതാണ്. എന്നാൽ ആവർത്തനം 32:30 പറയുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ 1000 പേരെ പിന്തുടരുന്നതും ഇരുവർ 10,000 പേരെ ഓടിക്കുന്നതും എങ്ങനെ? ഇവിടെ ഇരുവർ സമന്വയമായി പ്രവർത്തിക്കുമ്പോൾ ഒരുവൻ 5,000 പേരെ ഓടിക്കും, ഇരുവർ 10,000 പേരെ ഓടിക്കും. അതായത് ഒരുവൻ ദൈവവുമായി സമന്വയപ്പെട്ട് പ്രവർത്തിച്ചാൽ അവൻ ഏകനായി ഓടിക്കുവാൻ കഴിയുന്നതിൻ്റെ 5 ഇരട്ടി ശത്രുക്കളെ ഓടിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ 5ന് 100 എന്നതിൻ്റെ ആനുപാതികമല്ല 100ന് 10,000 എന്നത്. 5ന് 100 എന്നതിൻ്റെ ആനുപാതികമായി വരേണ്ടത് 100ന് 2000 എന്നാണ്. 5ന് 100 എന്ന് പറഞ്ഞാൽ ഒരുവന് 20 എന്നാണ് അർത്ഥം. ഇതിന്റെ ആനുപാതിക കണക്ക് 100ന് 2000 എന്നാണ്. എന്നാൽ ലേവ്യ പുസ്തകം 26:8 പറയുന്നത്: നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും, നിങ്ങളിൽ 100 പേർ 10,000 പേരെ ഓടിക്കും. ഇവിടെ ഒരുവൻ 100 പേരെ ഓടിക്കും, 100 പേർ 10,000 പേരെ ഓടിക്കും. അതായത് ഒരുവൻ ദൈവവുമായി സമന്വയപ്പെട്ട് പ്രവർത്തിച്ചാൽ അവൻ ഏകനായി ഓടിക്കുവാൻ കഴിയുന്നതിൻ്റെ 5 ഇരട്ടി ശത്രുക്കളെ ഓടിക്കുവാൻ കഴിയും. ഈ തത്വത്തെയാണ് സമന്വയം അല്ലെങ്കിൽ സംയോജിതം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സിനർജി എന്ന് വിളിക്കുന്നത്. ദൈവവും നമ്മളും യോജിക്കുമ്പോൾ വിശ്വാസം ജനിക്കുന്നു. നമുക്ക് ഒരുവന് 1000 പേരെ ഓടിക്കുവാൻ കഴിയുന്നിടത്ത് ദൈവത്തിലുള്ള വിശ്വാസത്താൽ നമ്മൾ ദൈവത്തോട് യോജിക്കുമ്പോൾ 10,000 പേരെ ഓടിക്കുവാൻ കഴിയും. 5 പേർക്ക് 100 പേരെ ഓടിക്കുവാൻ കഴിയുന്ന ഇടത്ത് നമ്മളും ദൈവവും ഒരുമിച്ച് നിന്നാൽ നമ്മളിൽ 100 പേർ 10,000 പേരെ ഓടിക്കും. അതായത് ഒരുവന് വെറും 20 പേരെ ഓടിക്കുവാൻ കഴിയുന്ന ഇടത്ത് ദൈവവുമായി യോജിച്ചാൽ 100 പേരെ ഓടിക്കുവാൻ കഴിയും. വിശ്വാസം ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് ഞാൻ പാതി ദൈവം പാതി എന്ന പ്രമാണം അല്ല. ഞാനും ദൈവവും സമന്വയപ്പെട്ടാൽ അത് 10,000 പേരെ ഓടിക്കുന്ന കൂട്ടുകെട്ട് ആകാം. വിശ്വാസം എന്നതൊരു സമന്വയ പ്രക്രിയയാണ്, അല്ലെങ്കിൽ സിനർജിസ്റ്റിക്കായ ഒരു പ്രവർത്തനമാണ്. ദൈവത്തോട് യോജിക്കുന്നതാണ് വിശ്വാസം. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? നമ്മളും ദൈവവും ഒരേ കാഴ്ചപ്പാടിലും ചിന്തയിലും പ്രതീക്ഷയിലും വന്നു കഴിയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. അതായത് ദൈവത്തോട് നമ്മൾ യോജിക്കുമ്പോൾ സാധാരണയുള്ള ഭൗതിക നിയമങ്ങൾക്ക് ഉപരിയായി ചിലത് ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം ഭൗതിക മണ്ഡലത്തിലും ഉണ്ടാകും. ക്രിസ്തീയ സുവിശേഷ ലോകത്ത് ആത്മീയ സത്യങ്ങൾ വിശദീകരിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു തത്വമുണ്ട്. അത് ഇങ്ങനെയാണ്: എല്ലാ സത്യങ്ങളും സമാന്തരമാണ്.
ഈ ചിന്ത തത്വശാസ്ത്രത്തിലും ആത്മീയ വിഷയങ്ങളിലും ഇന്ന് ഉപയോഗിക്കപ്പെടുന്നു. അമേരിക്കൻ പെന്തക്കോസ്റ്റ് സുവിശേഷകനായിരുന്ന മോറിസ് സിറിലോ ഈ തത്വത്തെ വേദപുസ്തക മർമ്മങ്ങളെ വിശദീകരിക്കുവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആത്മീയ യുദ്ധം പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ ഈ ചിന്തയെ ഫലപ്രദമായി ഉപയോഗിക്കാറുണ്ട്. ഈ ഭൂമിയിലെ എല്ലാ സത്യങ്ങൾക്കും സമാന്തരമായ ഒന്ന് ആത്മമണ്ഡലത്തിലുണ്ട്. എല്ലാം ആത്മമണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും സമാന്തരമായി സംഭവിക്കുന്നു. ആത്മമണ്ഡലത്തിൽ സംഭവിക്കാതെ യാതൊന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല. ആത്മമണ്ഡലത്തിലെ സത്യം കൂടാതെ ഈ ഭൂമിയിൽ യാതൊന്നിനും നിലനിൽപ്പില്ല. സത്യം ആത്മമണ്ഡലത്തിലും അതിന്റെ പ്രതിഫലനം ഈ ഭൂമിയിലും സംഭവിക്കുന്നു. ആത്മമണ്ഡലത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്നത് ആത്മമണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും മാറ്റമില്ലാതെ ഇരിക്കുന്നു. ഇതാണ് ക്രിസ്തീയ ലോകത്ത് ഉപയോഗിക്കപ്പെടുന്ന തത്വം. ഭൗതിക ലോകത്ത് സംഭവിക്കുന്നതായി നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ആത്മമണ്ഡലത്തിലും സംഭവിക്കുന്നുവെങ്കിലും അവിടെ അതിൻ്റെ മാർമികമായ അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഭൗതിക മണ്ഡലത്തിൽ കാണുന്നത് പോലെയല്ല അതേ സംഭവം ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്നതാണ് സത്യം, ഭൗതിക മണ്ഡലത്തിൽ സംഭവിക്കുന്നത് പ്രതിഫലനം മാത്രമാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ ചിന്താ രീതിയിൽ നിന്നുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല സംഭവങ്ങളെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ചും പൗലോസ് ഇങ്ങനെ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഇത്തരം വ്യാഖ്യാനങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്നതല്ല സത്യമെന്നാണ് പറയുന്നത്. സത്യം എപ്പോഴും ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്നതാണ്. അത് ആത്മാവിൽ മാത്രമേ ഗ്രഹിക്കുവാൻ കഴിയൂ. നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതിന് ആത്മമണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ മാറ്റിമറിക്കേണ്ടത്. മത്തായി 26 യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ സംഭവിച്ചതായി വിവരിക്കുന്നു. മർക്കോസ് 14 പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിലാണ് അത് സംഭവിക്കുന്നത്. ലൂക്കോസ് പറയുന്നത് യേശു അന്ത്യത്താഴം കഴിച്ചത് പെസഹ കുഞ്ഞാടിനെ അറക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ ആണ് എന്നാണ്. യോഹന്നാനും ഇത് തന്നെ പറയുന്നു. എന്നാൽ യേശുക്രിസ്തു ശിഷ്യന്മാരുമൊത്തുള്ള അവസാനത്തെ അത്താഴത്തെ പൗലോസ് ബന്ധിപ്പിക്കുന്നത് കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയോടാണ്. അതായത് തിരുവത്താഴ ശുശ്രൂഷയെ പൗലോസ് പെസഹ ആചാരത്തിൽ നിന്നും അടർത്തി മാറ്റി യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടെ ബന്ധിപ്പിക്കുന്നു. ഇതാണ് ആത്മമണ്ഡലത്തിൽ സംഭവിച്ച സത്യം. സുവിശേഷങ്ങളിലെ വിവരണം ഭൗതിക മണ്ഡലത്തിലെ സംഭവങ്ങളുടെ ചരിത്ര വിവരണവും പൗലോസിന്റെ വിവരണം ആത്മീയ മർമ്മവുമാണ്. അത് ആത്മമണ്ഡലത്തിൽ നിന്നും കർത്താവിൽ നിന്നും പൗലോസ് പ്രാപിച്ച വെളിപ്പാട് ആണ്. മറ്റൊരു ഉദാഹരണമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെക്കുറിച്ചുള്ള പൗലോസിന്റെ വ്യാഖ്യാനം. കൊലോസ്യർ 2:14-15 വ്യാഖ്യാനമാണ് ആത്മമണ്ഡലത്തിൽ സംഭവിച്ചതിന്റെ വിവരണം. ഇത് നമ്മൾ ഭൗതിക മണ്ഡലത്തിൽ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്തതല്ല. ഇത് ആത്മമണ്ഡലത്തിൽ മാത്രമേ സംഭവിക്കൂ. അവിടെ മാത്രമേ നമ്മൾക്ക് ഇത് അനുഭവിക്കുവാൻ കഴിയൂ. ഭൗതിക മണ്ഡലത്തിൽ യേശുക്രിസ്തു ഒരു രാജദ്രോഹിയെ പോലെ റോമൻ പടയാളികളാൽ പിടിക്കപ്പെടുകയും ക്രൂശിക്കപ്പെട്ട് കൊല്ലപ്പെടുകയും ചെയ്തു. ആത്മമണ്ഡലത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന ശത്രുത ക്രൂശിലെ മരണത്താൽ യേശുക്രിസ്തു നീക്കി മനുഷ്യരെ ദൈവത്തോട് നിരപ്പിച്ചു. ഇതുകൂടാതെ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ പിശാചിന്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് പരാജയപ്പെടുത്തി ക്രൂശിൽ പിശാചിന്റെ മേൽ ജയോത്സവം ആഘോഷിച്ചു. പിശാച് പരാജയപ്പെട്ടു, ക്രിസ്തു ജയിച്ചിരിക്കുന്നു എന്നത് പരസ്യമായി പ്രഖ്യാപിച്ചു. ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്നതാണ് യഥാർത്ഥ സത്യം. ഭൗതിക മണ്ഡലത്തിൽ സംഭവിക്കുന്നത് അതിന് സമാന്തരമായ പ്രതിഫലനമാണ്. ദൈവത്തോട് സമന്വയപ്പെട്ടും സംയോജിച്ചും ജീവിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരുവൻ 1000 പേരെ എന്നതിന് പകരം 20 10,000 പേരെ ഓടിക്കും. 5 പേർ 100 പേരെ ഓടിക്കും എന്നതിന് പകരം 100 പേർ 10,000 പേരെ ഓടിക്കും. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും. ദൈവത്തോട് സമന്വയപ്പെട്ടും സംയോജിച്ചും ജീവിക്കുക എന്നതാണ് മർമ്മം. ദൈവത്തോട് യോജിച്ച് ദൈവം പറയുന്ന സ്വീകരിച്ച് ഏറ്റുപറയുന്നതാണ് വിശ്വാസം. ദൈവത്തോടുള്ള യോജിപ്പാണ് വിശ്വാസം. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തിയും ദൈവത്തോട് യോജിച്ച് നിൽക്കുന്നതാണ് വിശ്വാസം. നമ്മളുടെ ഭൗതിക സാഹചര്യത്തിന് ഉപരിയായും വിഭിന്നമായും ദൈവം സംസാരിക്കുന്നുവെങ്കിൽ ദൈവമാണ് ശരിയെന്ന് സമ്മതിക്കുകയും സ്വീകരിക്കുകയും
യോജിക്കുകയും ചെയ്യുന്നതാണ് നമ്മളുടെ വർത്തമാന സാഹചര്യത്തെക്കാൾ ദൈവം പറയുന്നതാണ് ശരിയെന്ന് സമ്മതിക്കുമ്പോൾ നമ്മളുടെ എല്ലാ സംശയങ്ങളും വിചാരങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിക്കായി കീഴ്പ്പെടുത്തുകയാണ്. നമ്മുടെ രക്ഷയെക്കുറിച്ചും നമ്മൾ ആരായിരിക്കണം, ആരാകും എന്നതിനെക്കുറിച്ചും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ എങ്ങനെ ആയിത്തീരും എന്നതിനെക്കുറിച്ചുമുള്ള ദൈവിക പദ്ധതിയോട് യോജിക്കുന്നതാണ് വിശ്വാസം. നമ്മൾ ദൈവത്തോട് യോജിക്കുമ്പോൾ അവനുമായി ഒരു സംയോജനത്തിൽ അല്ലെങ്കിൽ സമന്വയത്തിൽ ആകുന്നു. അതിനാൽ ദൈവം പറയുന്നതാണ് സത്യം. നമ്മൾ ദൈവത്തോട് യോജിക്കുന്നു. ഈ യോജിപ്പാണ് വിശ്വാസം. ചില ഉദാഹരണങ്ങളിലൂടെ ഇത് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. സൃഷ്ടിക്ക് ശേഷം ആദമും ഹവ്വയും ഏകദേശം 100 വർഷങ്ങൾ ഏദൻ തോട്ടത്തിൽ ജീവിച്ചിരുന്ന് കാണും. ഈ കാലയളവിൽ അവർ പാപം ചെയ്തിരുന്നില്ല. അവർ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ച് ജീവിക്കുക ആയിരുന്നു എന്ന് കരുതാം. അവർ ഒരിക്കൽ പോലും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തില്ല. അത് ഭക്ഷിക്കരുത് എന്ന ദൈവിക കൽപ്പനയോട് അവർ സമന്വയിച്ചും സംയോജിച്ചും ജീവിച്ചു. അവർ ദൈവം പറഞ്ഞത് വിശ്വസിച്ചു. വിലക്കപ്പെട്ട ഈ ഫലം ഭക്ഷിച്ചാൽ മരിക്കുമെന്നത് അവരുടെ അനുഭവമല്ല, അവരുടെ പൂർവികരുടെ അനുഭവമല്ല. മറ്റേതെങ്കിലും സ്വർഗീയ ജീവികൾക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടായതായി കേട്ട് അറിവ് പോലുമില്ല. അത് അവരുടെ വിശ്വാസമായിരുന്നു. ദൈവം കൽപ്പിച്ചതിലുള്ള യോജിപ്പും വിശ്വാസവും അനുസരണവും ആണ്. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ പിശാച് അവരെ പരീക്ഷിക്കുവാനായി വന്നപ്പോൾ അവൻ ചോദ്യം ചെയ്തത് ഈ വിശ്വാസത്തെയാണ്. ദൈവത്തോട് സമന്വയിക്കപ്പെട്ട ജീവിതത്തിൽ നിന്നും അവരെ അടർത്തുക എന്നതായിരുന്നു പിശാചിന്റെ ലക്ഷ്യം. അതായത് അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടമാക്കുക. അതിനാൽ അവൻ ചോദിച്ചു, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തോടെ മനുഷ്യരുടെ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ വിള്ളൽ വീണു. അവർക്ക് ദൈവത്തോട് യോജിപ്പില്ലാതെയായി. ദൈവം അവരിൽ നിന്നും എന്തോ മറച്ചു പിടിക്കുന്നു എന്ന് അവർ സംശയിച്ചു. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന അനുഭവം ദൈവം അവരിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുന്നു എന്ന് പിശാച് പറഞ്ഞു. ആദവും ഹവ്വയും ദൈവത്തോടുള്ള യോജിപ്പ് ഉപേക്ഷിച്ച് പിശാചിനോട് യോജിച്ചു. അവർ ഇപ്പോൾ വിശ്വസിക്കുന്നത് പിശാചിന്റെ വാക്കുകളായി. അതിനാൽ അവർ പാപത്തിൽ വീണു. ഭൗതിക മണ്ഡലത്തിൽ സംഭവിച്ചത് ആദവും ഹവ്വയും ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നു എന്നതാണ്. അതിനുശേഷം അവർക്ക് ലജ്ജ തോന്നി. അവർ അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കി കൊടുത്തു. വൈകുന്നേരം ദൈവം അവരെ വിചാരണ ചെയ്യുകയും അവർക്കൊരു മൃഗത്തിന്റെ തോൽ കൊണ്ടുള്ള ഉടുപ്പുണ്ടാക്കി നൽകുകയും ചെയ്തു. ദൈവം ആദമിനെ ഹവ്വയെയും പാമ്പിനെയും ശിക്ഷിച്ചു. മനുഷ്യരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ഭൗതിക മണ്ഡലത്തിൽ ഇതെല്ലാം ആദം, ഹവ്വ, പാമ്പ് എന്നിവരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആത്മീയ മണ്ഡലത്തിൽ വളരെ വിശാലവും നിത്യതയോളം നിലനിൽക്കുന്നതുമായ അനന്തര സംഭവങ്ങളാണ് ഉണ്ടായത്. ആദമിന്റെ വീഴ്ച കാരണം അവനും അവന്റെ സകല സന്തതി പരമ്പരകളും ആയ എല്ലാ മനുഷ്യരും പാപത്താൽ സമ്പൂർണമായി മലിനമായി. അവർ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടു. ആദമും ഹവ്വയും ഉൾപ്പെടെ സകല മനുഷ്യരും, ഭാവിയിൽ ജനിക്കുവാനിരിക്കുന്ന മനുഷ്യരുൾപ്പെടെ സകലരും ദൈവത്തോട് മത്സരിക്കുന്നവരായി. അവരുടെ എല്ലാ പ്രവൃത്തികളും മലിനമായി. സ്വയം പാപത്തിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. വിടുതലിന്റെ മാർഗവും അവർക്ക് സ്വയം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അതിനാൽ ദൈവം അവർക്ക് വിടുതലിനായി 2 കാര്യങ്ങൾ ചെയ്തു. അവൻ പാമ്പിന്റെ തലയെ തകർക്കുന്ന ഒരു സന്തതിയെ വാഗ്ദത്തം ചെയ്തു. ദൈവം ഒരു മൃഗത്തെ കൊന്നു. അതിന്റെ രക്തം ഏദൻ തോട്ടത്തിൽ ഒഴിച്ചു കളഞ്ഞു. അതിന്റെ തോൾ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി ആദമിനെ ഹവ്വയും ഉടുപ്പിച്ചു. അതേസമയം ആത്മമണ്ഡലത്തിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി സ്വയം യാഗമായി തീരേണ്ടുന്ന ഒരു യാഗമൃഗം ഒരുക്കപ്പെട്ടു. അവൻ യേശുക്രിസ്തു എന്ന യാഗമൃഗം ആയിരുന്നു. ഭൗതിക മണ്ഡലത്തിൽ പരിമിതമായ അളവിൽ സംഭവിച്ചത് ആത്മമണ്ഡലത്തിൽ വിശാലവും ഭയങ്കരവും നിത്യവുമായി സംഭവിക്കുന്നു. കാരണം എല്ലാ സത്യങ്ങളും സമാന്തരമാണ്. ഭൗതിക മണ്ഡലത്തിൽ സംഭവിക്കുന്നതിന് സമാന്തരമായ സംഭവങ്ങൾ ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്നു. ഏതിൽ സംഭവിച്ചതിന്റെ ബദൽ അനേകം വർഷങ്ങൾക്ക് ശേഷം യഹൂദ മരുഭൂമിയിൽ സംഭവിക്കുന്നുണ്ട്. സ്നാനം സ്വീകരിച്ചതിന് ശേഷം യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് പോയി. അവിടെ അവൻ 40 ദിവസം ഉപവസിച്ചു. അതിനുശേഷം പിശാച് അവനെ 3 പ്രാവശ്യം 3 രീതികളിൽ പരീക്ഷിച്ചു. എന്നാൽ യേശുക്രിസ്തു ഒരു കാര്യത്തിലും പിശാചിനോട് യോജിച്ചില്ല. അവൻ പിശാചിന്റെ ചിന്തകളെ സ്വീകരിച്ചില്ല. ദൈവവചനം ഉപയോഗിച്ച് അവൻ പിശാചിനെ എതിർത്തു. അവൻ ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്ന് നിൽക്കുന്നു എന്ന് വ്യക്തമാക്കി യേശുക്രിസ്തു പിശാചിന്റെ പരീക്ഷകളെ
ജയിച്ചു. ആത്മമണ്ഡലത്തിൽ സംഭവിച്ചത് ഇതിലും ഭയങ്കരവും വിശാലവുമായ കാര്യമാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാചിന് ആദമിനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞു എങ്കിൽ മരുഭൂമിയിൽ യേശുക്രിസ്തു പിശാചിനെ തോൽപ്പിച്ചു. മാനവ ചരിത്രത്തിൽ ആദ്യമായി പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായി. ആദമിന്റെ വീഴ്ചയെ യേശു തിരുത്തി. മനുഷ്യരുടെ വിടുതലിന്റെ കാഹളധ്വനിയാണ് മരുഭൂമിയിൽ പിശാചിനെതിരെയുള്ള യേശുക്രിസ്തുവിന്റെ ഓരോ വാക്കുകളും. മരുഭൂമിയിലെ സംഭവങ്ങൾ പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടുന്നതിന്റെ ആരംഭം ആയിരുന്നു. അത് യുദ്ധത്തിലെ ജയത്തിന്റെ ആരംഭം ആയിരുന്നു. പിശാചിന്റെ പരീക്ഷയിലുള്ള ക്രിസ്തുവിന്റെ ജയം. നമ്മൾ ആരോട് യോജിച്ചു നിൽക്കുന്നുവോ അവരിലാണ് വിശ്വസിക്കുന്നത്. കാരണം യോജിച്ചു നിൽക്കുന്നതാണ് വിശ്വാസം. നമ്മൾ ലോകത്തോട് യോജിച്ചു നിൽക്കുന്നുവെങ്കിൽ നമ്മളുടെ വിശ്വാസം ഈ ലോകക്രമത്തിലാണ്. നമ്മൾ പിശാചിനോട് യോജിച്ചു നിൽക്കുന്നുവെങ്കിൽ നമ്മളുടെ വിശ്വാസം അവനിൽ ആണ്. നമ്മൾ ദൈവത്തോട് യോജിച്ചും സമന്വയപ്പെട്ടും സംയോജിച്ചും ജീവിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസം ദൈവത്തിലാണ്. ദൈവത്തോടുള്ള യോജിപ്പാണ് വിശ്വാസം. അബ്രഹാമിന്റെ ജീവിതം ദൈവത്തോട് യോജിച്ചു നിൽക്കുന്നതിന്റെ മഹത്തായ ഒരു ഉദാഹരണമാണ്. ദൈവം അബ്രഹാമിന് കനാൻ ദേശം അവകാശമായി വാഗ്ദത്തം ചെയ്തു. ആ ദേശത്തേക്ക് യാത്ര പുറപ്പെടുവാൻ കൽപ്പിച്ചു. അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തോട് യോജിച്ചു, അതിനെ അംഗീകരിച്ചു. ദൈവം വാഗ്ദത്തത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് പോലെ അബ്രഹാം യാത്ര പുറപ്പെട്ടു. അനുസരണം അവൻ ദൈവികാലോചന അംഗീകരിച്ചു എന്നതിന്റെ പ്രത്യക്ഷ സാക്ഷ്യം ആയിരുന്നു. അബ്രഹാം കനാൻ ദേശത്തെത്തി അവിടെ താമസിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 7:5 അനുസരിച്ച് കനാൻ ദേശത്തിൽ ഒരു കാലടി നിലം പോലും ദൈവം അവന് അവകാശം കൊടുത്തില്ല. അബ്രഹാമിന് സന്തതിയില്ലാതിരുന്ന അവസ്ഥയിൽ അവനും അവന്റെ ശേഷം അവന്റെ സന്തതിക്കും കനാൻ ദേശം കൈവശമായി നൽകും എന്ന് ദൈവം അവനോട് വാഗ്ദത്തം ചെയ്തു. അബ്രഹാം ദൈവം അരുളി ചെയ്തതിൽ വിശ്വസിച്ചു. അതിന്റെ സാധ്യതകളോ അവസരങ്ങളോ അവൻ നോക്കിയില്ല. ദേശം കൈവശമാക്കുവാൻ അബ്രഹാം തന്ത്രങ്ങൾ മെനഞ്ഞില്ല. ദേശം പിടിച്ചെടുക്കുവാൻ അവൻ യുദ്ധങ്ങൾ ചെയ്തില്ല. അങ്ങനെ ചെയ്യുവാൻ ദൈവം അവനോട് പറഞ്ഞില്ല. അബ്രഹാം മാത്രമല്ല, അവന്റെ പുത്രനായ ഇസ്ഹാക്കും പൗത്രനായ യാക്കോബും കനാൻ ദേശത്തിലെ ഒരു കാലടി പോലും കൈവശമാക്കിയില്ല. അവർ വാഗ്ദത്ത ദേശത്ത് പരദേശികളെ പോലെ പാർത്തു. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ ഒരു ദേശമല്ല, അതൊരു സ്വർഗീയ ദേശമാണ് എന്ന കാഴ്ചപ്പാട് അവർക്ക് ലഭിച്ചിരുന്നു. അതിനാൽ വാഗ്ദത്ത ദേശത്ത് എത്തിയെങ്കിലും വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അതായത് ഭൗതിക മണ്ഡലത്തിലെ നിവൃത്തിയല്ല സത്യമെന്നും ആത്മമണ്ഡലത്തിലെ നിവൃത്തിയാണ് യഥാർത്ഥ സത്യമെന്നും അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഗ്രഹിച്ചു. അവർ ആത്മമണ്ഡലത്തിലെ നിവൃത്തിക്കായി കാത്തിരുന്നു. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പാരമ്യം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി 22 വിശ്വാസത്തിന്റെ നിർവചനം രൂപീകരിക്കേണ്ടത് ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇവിടെ ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. മോറിയ ദേശത്തെ ഒരു മലയിൽ ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിക്കുവാൻ ദൈവം അവനോട് അരുളി ചെയ്തു. എബ്രായർ 11:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവത്തിന്റെ ആത്മീയ മർമ്മം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായർ 11:17 പറയുന്നത്, അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ ദൈവത്തോട് യോജിച്ചു നിന്നു, വിശ്വാസത്താൽ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. ഇത് ഉൽപ്പത്തിയിലെ വിവരണത്തിൽ നിന്നും അല്പം വിഭിന്നമാണ്. ഉൽപ്പത്തിയിൽ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ തയ്യാറായി. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. അബ്രഹാം കത്തിയെടുത്തത് അവന്റെ മകനെ കൊല്ലുക, അങ്ങനെ യാഗമർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. അവൻ ഇതിൽ പതറിയില്ല. കാരണം ദൈവം പറഞ്ഞതിനോട് അവൻ പൂർണ്ണമായും യോജിച്ച് നിന്നു. എന്നാൽ ഉൽപ്പത്തി 22 വിവരണം അനുസരിച്ച് അബ്രഹാം ഇസ്ഹാക്കിനെ കൊല്ലുവാൻ കത്തിയെടുത്തു. എങ്കിലും ഉടൻ യഹോവയുടെ ദൂതൻ അവനെ അതിൽ നിന്നും വിലക്കി. എന്നാൽ എബ്രായ ലേഖനം ഈ സംഭവത്തിന്റെ മാർമികമായ പൊരുൾ വെളിപ്പെടുത്തുന്നു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇതാണ് ആത്മമണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ സംഭവം. ദൈവം ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടതിനെ കുറിച്ച് അബ്രഹാം അവന്റെ വീട്ടിലെ മറ്റുള്ളവരോട് പറഞ്ഞില്ല. അവന്റെ ഭാര്യയോടോ മകനോടോ ദാസനോടോ പറഞ്ഞില്ല. അവൻ തന്നെ യാഗത്തിനുള്ള വിറക് കീറി അത് കഴുതപ്പുറത്ത് വെച്ച് യാത്രയായി.
കൂട്ടത്തിൽ അബ്രഹാം ചില വേലക്കാരെ കൂടെ കൊണ്ടുപോയിരുന്നു. അത് വഴിമധ്യേ വേണ്ട സഹായത്തിനായിരുന്നു. അവരോട് യാത്രയുടെ ലക്ഷ്യമെന്തെന്ന് അബ്രഹാം പറഞ്ഞില്ല. യാഗം കഴിക്കേണ്ടെന്ന മലയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോയില്ല. എന്തുകൊണ്ട് അബ്രഹാം അവന്റെ വീട്ടിലെ മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല? അബ്രഹാമിന്റെ വീട്ടിലെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന 4 അംഗങ്ങളാണ് അബ്രഹാം, സാറ, ഇസഹാക്ക്, എലേസ്യർ എന്നിവർ. എന്നാൽ ദൈവം പരീക്ഷിച്ചത് അബ്രഹാമിന്റെ വിശ്വാസത്തെയാണ്. മറ്റുള്ളവരുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ദൈവം വാഗ്ദത്തം ഉറപ്പിക്കുവാൻ പോകുന്നത് അബ്രഹാമുമായിട്ടാണ്. ഇതൊരു തികച്ചും വ്യക്തിപരമായ പരീക്ഷയായിരുന്നു. മറ്റാർക്കും ഇതിൽ യാതൊരു പങ്കുമുണ്ടായിരുന്നില്ല. അബ്രഹാം ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് കൂടെ പറഞ്ഞാൽ ഈ പരീക്ഷയുടെ എല്ലാ ഗുണവും ഇല്ലാതെയാകും. അതൊരു പരീക്ഷ അല്ലാതെയാകും. അതിനാൽ അത് അബ്രഹാം തന്നെ സ്വീകരിക്കുകയും അവന്റെ ദൈവത്തിലുള്ള വിശ്വാസം തെളിയിക്കുകയും വേണം. ഇനി ഇത് അല്പം വിശദമായി ചിന്തിക്കാം. വിശ്വാസം തികച്ചും വ്യക്തിപരവും അത് വ്യക്തിപരമായി തന്നെ തെളിയിക്കേണ്ടതുമാണ്. വിശ്വാസം ഏകനായ ദൈവത്തോടു കൂടെ നടക്കുന്നതാണ്. ദൈവം നമ്മളോടുകൂടെ നടക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലെല്ലാം അവനോടുകൂടെ യോജിച്ച് നടക്കുന്നതാണ് വിശ്വാസം. വിശ്വാസം കൂട്ടത്തിൽ പാടുന്ന പാട്ടല്ല. ദൈവവുമായി ചേർന്ന് കൂട്ടത്തെ വിട്ട് നടക്കുന്നതാണ് വിശ്വാസം. ആമോസ് 3:3 പറയുന്നതനുസരിച്ച് ദൈവത്തോട് യോജിക്കാതെ അവനോട് ചേർന്ന് നടക്കുവാൻ സാധ്യമല്ല. ദൈവത്തോടു കൂടെ നടക്കുക എന്നാൽ ദൈവം നമ്മോട് കൂടെ നടക്കുക എന്നാണ്. എങ്കിലും അത് ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുക എന്നാണ്. ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിക്കണമെന്ന ദൈവശബ്ദം അബ്രഹാം കേട്ടു. അവൻ ദൈവത്തോട് യോജിച്ചു. എന്നാൽ ഇവിടെ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് അബ്രഹാം എങ്ങനെ മറികടന്നു എന്നതാണ് അവന്റെ ദൈവത്തോടുള്ള യോജിപ്പിന്റെ സവിശേഷത. യഹോവയായ ദൈവത്തെക്കുറിച്ച് അബ്രഹാമിന് അറിവുള്ളിടത്തോളം അവർ ഇന്നേ വരെ മനുഷ്യരെ യാഗം കഴിക്കുവാൻ കൽപ്പിച്ചിട്ടില്ല. എന്നാൽ ജാതീയ ദേവന്മാർക്ക് ശിശുക്കളെയും മനുഷ്യരെയും യാഗം കഴിക്കുന്ന രീതിയുണ്ട്. യഹോവയായ ഏക സത്യദൈവം ശിശുക്കളെയോ മനുഷ്യരോ യാഗമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതിനാൽ ഇപ്പോൾ അബ്രഹാം കേട്ട ശബ്ദം ദൈവത്തിൽ നിന്നു തന്നെ പുറപ്പെട്ടതാണോ? അത് ദൈവിക അരുളപ്പാട് തന്നെ ആണോ? ഇസഹാക്ക് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ജനിച്ച സന്തതിയാണ്. അവൻ ഏക സന്തതിയാണ്. അവരിലാണ് സകല വാഗ്ദത്തങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പന ഉൽപ്പത്തി 22:2 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്യത്തിലെ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന മകനെ എന്നത് സ്വാഭാവികമായ മനുഷ്യബന്ധം മാത്രമാണ്. അത് പരീക്ഷയുടെ കാരണമോ മൂല്യമോ ഫലമോ അല്ല. നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ എന്നതിൽ ദൈവവും അബ്രഹാമും ഉദ്ദേശിക്കുന്നതും മനസ്സിലാക്കിയതുമായ ചില മർമ്മങ്ങൾ ഉണ്ട്. ഒന്ന്, ദൈവം ഇസ്മായേലിനെ അബ്രഹാമിന്റെ മകനായി ഇവിടെ കണക്കാക്കുന്നില്ല. അതിനാൽ ഇസഹാക്കിനെ നിന്റെ ഏകജാതനായ എന്ന് വിളിക്കുന്നു. 2, ഇസഹാക്ക് ഏകജാതനാണ്. മറ്റൊരു മകൻ അബ്രഹാമിന് അപ്പോൾ ഇല്ല, ഭാവിയിലും വാഗ്ദത്തം ഇല്ല. 3, ഇസഹാക്കിലാണ് എല്ലാ ദൈവിക വാഗ്ദത്തങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇസഹാക്കിന്റെ മരണം വാഗ്ദത്തങ്ങളുടെ അവസാനം ആകാം. ഇസഹാക്ക് എന്ന ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയുടെ പ്രത്യാശയിലാണ് അബ്രഹാം ജീവിക്കുന്നത്. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്നാണ് ദൈവിക വാഗ്ദത്തം. ഇപ്പോൾ ഇസഹാക്കിനെ കൊല്ലുക എന്നാൽ ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ അവന് ഇനി ഒരു സന്തതി ഇല്ലാതെയാകും. ഇസഹാക്കിനെ ഹോമയാഗം കഴിക്ക എന്നാണ് ദൈവിക അരുളപ്പാട്. ഹോമയാഗത്തിൽ യാഗമൃഗം കൊല്ലപ്പെടും. അതിന്റെ മാംസം തീയിൽ ചുട്ട് ചാരമാകും. യാഗത്തിന് ശേഷം ചാരമല്ലാതെ യാതൊന്നും ശേഷിക്കുകയില്ല. ഈ അവസ്ഥ എബ്രായർ 11:17 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇസഹാക്കിന്റെ മരണം സംഭവിച്ചാൽ എല്ലാ വാഗ്ദത്തങ്ങളും അർത്ഥശൂന്യമാകും. അതിനാൽ ദൈവം ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ കൽപ്പിക്കുവാനുള്ള സാധ്യത ഇല്ല. ഇസഹാക്കിനെ ഹോമയാഗം കഴിക്ക എന്ന അരുളപ്പാട് ദൈവത്തിൽ നിന്നാകുവാൻ സാധ്യതയില്ല. ദൈവം ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ പറഞ്ഞത് അബ്രഹാമിന്റെ ഒരു തോന്നൽ മാത്രമാണ്. അത് ദൈവശബ്ദമായിരിക്കുവാൻ സാധ്യത ഇല്ല. ഇതെല്ലാം അബ്രഹാമിന്റെ മനസ്സിൽ ഉയർന്നു വന്ന ചിന്തകളായിരിക്കാം. അബ്രഹാം ഈ വിവരം മറ്റുള്ളവരോട് പറഞ്ഞാൽ അവരും ഉന്നയിച്ചേക്കാവുന്ന തർക്കങ്ങൾ ഇതെല്ലാമായിരിക്കാം. എന്നാൽ അബ്രഹാം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തീരുമാനിച്ചു. അവന്റെ വിശ്വാസം അവൻ ബന്ധിപ്പിച്ചത് ഒരു പ്രത്യാശയിൽ ആണ്. അബ്രഹാമിന്റെ മനസ്സിലെ ചിന്തകൾ ശരിയായേക്കാം. ഇസഹാക്ക് കൊല്ലപ്പെട്ടേക്കാം. അവന്റെ ശരീരം ഹോമയാഗമായി തീർന്ന്
അവൻ ഒരു പിടി ചാരം മാത്രമായി അവശേഷിച്ചേക്കാം. എന്നാൽ ദൈവിക വാഗ്ദത്തം അവന്റെ മേലുണ്ട്, അത് നിവർത്തിക്കപ്പെടാതെ ഇരിക്കയില്ല. അതിനാൽ അവൻ ചാരത്തിൽ നിന്നും തിരികെ ജീവനിലേക്ക് വരും. യാഗം കഴിക്കേണ്ടി വരികയില്ല എന്നല്ല അബ്രഹാം പ്രതീക്ഷിച്ചത്. യാഗം കഴിക്കും, ഇസ്ഹാക്ക് കൊല്ലപ്പെടും, എന്നാൽ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിക്കും. അവനിൽ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കപ്പെടും. ഇതായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസം. അതിനാൽ അവൻ ദൈവത്തിന്റെ അരുളപ്പാടിനെ പൂർണ്ണമായും സ്വീകരിച്ചു, ദൈവത്തോട് യോജിച്ചു നിന്നു. ഈ മർമ്മമാണ് എബ്രായർ 11:19 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്രഹാം ഇസ്ഹാക്കിനെ കൊല്ലുവാൻ കത്തിയെടുത്തു, എങ്കിലും യഹോവയുടെ ദൂതൻ അവനെ തടഞ്ഞു. സമീപത്തായി ദൈവം ഒരുക്കിയ ഒരു ആട്ടുകൊറ്റനെ അബ്രഹാം കണ്ടു. അവൻ ആട്ടുകൊറ്റനെ ഹോമയാഗം കഴിച്ചു. ഇസ്ഹാക്കിനോടൊപ്പം അബ്രഹാം തിരികെ വീട്ടിലേക്ക് പോയി. അബ്രഹാമിന്റെ ജീവിതത്തിലെ സംഭവങ്ങളെ 2 തലത്തിൽ സംഭവിക്കുന്നതായി നമ്മൾ കാണണം. എബ്രായർ 11:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നതാണ് ഈ സംഭവത്തിന് പിന്നിൽ ആത്മമണ്ഡലത്തിൽ സംഭവിച്ച കാര്യം. അബ്രഹാം അവൻ അപ്പോൾ ജീവിച്ചിരുന്ന ദേശത്തെ ഉപേക്ഷിച്ച് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം കൈവശമാക്കുവാൻ യാത്ര പുറപ്പെട്ടു. അവനൊരു ഭൗതിക ദേശത്ത് എത്തി, എങ്കിലും അതല്ല യഥാർത്ഥ വാഗ്ദത്തം എന്ന് ഗ്രഹിച്ചു. ഭൗതിക ദേശത്തെ യുദ്ധം ചെയ്ത് കൈവശമാക്കുവാൻ ദൈവം അവനോട് പറഞ്ഞില്ല. അതിനാൽ അവൻ അങ്ങനെ ചെയ്തില്ല. ഒരു കാലടി നിലം പോലും അവൻ അവകാശമായി ലഭിച്ചില്ല. അവനും അവന്റെ മകനായ ഇസ്ഹാക്കും അവന്റെ കൊച്ചുമകനായ യാക്കോബും അവിടെ യുദ്ധം ചെയ്ത് ദേശം പിടിച്ചടക്കിയില്ല. അവർ താൽക്കാലിക താമസത്തെ ഓർപ്പിക്കുന്ന രീതിയിൽ കൂടാരങ്ങളിൽ താമസിച്ചു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരമാണ് യഥാർത്ഥ വാഗ്ദത്തം എന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ അതിനായി കാത്തിരുന്നു. ഈ യാത്രയുടെ ആത്മീയ മർമ്മത്തിന്റെ പാരമ്യം ഇസ്ഹാക്കിന്റെ യാഗമാണ്. അവൻ സകല മനുഷ്യരിലേക്കും അനുഗ്രഹങ്ങൾ എത്തിക്കുവാനുള്ള വാഗ്ദത്ത സന്തതിയാണ്. എന്നാൽ അവൻ യാഗമായി അർപ്പിക്കപ്പെടണം. അവൻ യാഗമായി അർപ്പിക്കപ്പെടുവാനായി ദൈവം ഒരുക്കിയ കുഞ്ഞാട് ആയിരിക്കണം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തു വരണം. ഇത് ദൈവം ആദമിനോടും ഹവയോടും വാഗ്ദത്തം ചെയ്ത സന്തതിയുടെ നിഴൽ ആണ്. സ്ത്രീയുടെ സന്തതി സാത്താൻ എന്ന പാമ്പിന്റെ തലയെ തകർക്കും. അവൻ സകല മനുഷ്യരെയും പിശാചിന്റെയും പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്തത്തിൽ നിന്നും എന്നേക്കുമായി വിടുവിക്കും. ഇതിന്റെ നിഴലാണ് ഇസ്ഹാക്കിന്റെ യാഗം. ഈ ദൈവിക പദ്ധതിയുടെ നിവൃത്തിക്കായാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. ഈ പദ്ധതിക്കായാണ് വാഗ്ദത്തങ്ങൾ നൽകിയത്. ഈ വിടുതലാണ് യഥാർത്ഥ വാഗ്ദത്തം. അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഇതിന്റെ നിഴലായിരുന്നു. ഇതോടെ ആത്മമണ്ഡലത്തിൽ ഒരു വലിയ വിടുതലിന്റെ പദ്ധതി ആരംഭിക്കപ്പെട്ടു. അത് ദൈവം ഒരുക്കിയ ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ യാഗത്തിൽ സമ്പൂർണമായി നിവർത്തിക്കപ്പെട്ടു. അബ്രഹാം ദൈവത്തോട് അവൻ അരുളി ചെയ്തതിലൊക്കെയും യോജിച്ചു, സമന്വയപ്പെട്ട് സംയോജിച്ച് ജീവിച്ചു. ദൈവം പറഞ്ഞത് അവൻ ഏറ്റുപറഞ്ഞു. ഇതാണ് അബ്രഹാമിന്റെ വിശ്വാസം. എല്ലാ സത്യങ്ങളും സമാന്തരമായി സംഭവിക്കുന്നു എന്നതിനാൽ അബ്രഹാമിന്റെ വിശ്വാസത്തിന് ആത്മമണ്ഡലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. അബ്രഹാമിന്റെ വിശ്വാസം അവന് നീതിക്ക് കാരണമായി കണക്കിട്ടു. വിശ്വാസം അവന് മാത്രമല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും നീതിക്ക് കാരണമായി ഇന്നും കണക്കിടുന്നു. നമ്മൾ ദൈവത്തോട് സമന്വയപ്പെട്ടും സംയോജിച്ചും അവൻ അരുളി ചെയ്യുന്നത് ഏറ്റുപറഞ്ഞും ജീവിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ എത്ര വലിയ മാറ്റങ്ങളാണ് അതുണ്ടാക്കുന്നത് എന്നതിന് അബ്രഹാമിന്റെ ജീവിതം നല്ല ഉദാഹരണം ആണ്. കാരണം എല്ലാ സത്യങ്ങളും സമാന്തരം ആണ്.